അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി അറിയാവയാളെ ട്രിവാൻഡ്രത്തിൽ നിന്ന് പെട്ടി കിടക്കരുത് നാട്ടിലേക്ക് വന്നു. അവളാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അതിൽ ടൗണിലുള്ള സ്റ്റുഡിയോയിൽ കയറിയിട്ട് 2-3 ഡ്രസ്സൊക്കെ അവൾമാർ ട്രൈ ചെയ്തു. ഞാനാണെങ്കിലും ബാഗ് പിടിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ്. അതാണ് എൻ്റെ പരിപാടി. അതിൽ അവർ 2-3 ഡ്രസ്സ് എടുത്തു. അറിയാമോ, കുറച്ച് ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുമുട്ടിയ കാര്യം നമ്മൾ ഡ്രസ്സിൽ എടുക്കാമല്ലോ. നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഏത് കടയിൽ പോയി കഴിക്കണം, എന്താ കഴിക്കണേ എന്നൊക്കെ ഫുൾ പ്ലാനായിരുന്നു. നേരെ ഷോപ്പിൽ ചെന്ന് ഓർഡറൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീട്ടുകാർ കുറ്റം, നാട്ടുകാരുടെ കുറ്റം, അവരുടെ കമ്പനിയുടെ കുറ്റം എല്ലാം ഞങ്ങൾ പറഞ്ഞു. എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം സമാധാനമായത്. ഫുഡ് കഴിച്ചിട്ട് ബില്ലടയ്ക്കാനുള്ളപ്പോൾ അടുത്ത പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾ മൂലയുടെ എവിടെ പോയാലും മൂഞ്ചി കുത്തിയേ തിരിച്ചു വരത്തുള്ളൂ. സെർവർ ഡൗൺ ആയാലും ഞങ്ങൾക്ക് ബില്ലടയ്ക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ടിലെ കണ്ടേ. അല്ലെങ്കിൽ കോഴിത്തരവും വായിലോട്ടോ അതൊരു കലയാണെന്ന് പറയാൻ തെളിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ കോഴിത്തരവും വായിലോട്ടോ എന്നെ പറയാവേടെ രക്തത്തിലുള്ളതായതുകൊണ്ട് ഞങ്ങൾ വലിയ അത്ര കാര്യമാക്കിയിട്ടില്ല. അത് ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. ഓക്കെ.